കുറച്ച് നേരം ഫോക്കസ് ചെയ്ത് വായിച്ചു കഴിയുമ്പോൾ ഫോക്കസിങ് നഷ്ടപ്പെടുന്നതായിട്ടോ രണ്ടായിട്ട് കാണുന്നതായിട്ടോ ഷാഡോ വരുന്ന പോലെയോ ഒക്കെ തോന്നാറുണ്ടോ? പലരും വിചാരിക്കുന്നത് ഇത് വെറും ഗ്ലാസ് പവറിൻ്റെ പ്രോബ്ലം ആണെന്നാണ്. എന്നാൽ ഇത് ഗ്ലാസ് പവർ മാത്രമല്ല. വെൽക്കം ടു ഐഡോക് ടോക്സ്, ദ സയൻസ് ഓഫ് സൈറ്റ്. ഈ ഫോക്കസിംഗ് പ്രോബ്ലം അക്കോമഡേഷൻ അല്ലെങ്കിൽ കൺവേർജൻസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാകാം. വായിക്കുന്ന സമയത്ത് അടുത്തേക്കുള്ള വസ്തുവിനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മുടെ രണ്ട് കണ്ണുകളും ഉള്ളിലേക്കാവും. ആ പ്രോസസ്സിനെ നമ്മൾ കൺവേർജൻസ് എന്ന് പറയും. അതുപോലെ തന്നെ പല അകലത്തിലുള്ള വസ്തുക്കളെ കൃത്യമായി കാണാനായി നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസ് ചെറുതായി ചുരുങ്ങുകയും വീർക്കുകയും ചെയ്യും. അതിന് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയും. ഈ കൺവേർജൻസിൻ്റെയും അക്കോമഡേഷൻ്റെയും പ്രോബ്ലംസ് കൊണ്ട് മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകാം. OPയിൽ തന്നെ ചെയ്യാവുന്ന ചില സിമ്പിൾ ടെസ്റ്റുകളിലൂടെ നമുക്ക് ഈ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, RIF റൂളർ, ഫ്ലിപ്പർ ടെസ്റ്റ്, കൺവേർജൻസ് ഇൻസഫിഷ്യൻസി ടെസ്റ്റിംഗ് തുടങ്ങിയ പരിശോധനകളിലൂടെ കൺവേർജൻസിൻ്റെയോ അക്കോമഡേഷൻ്റെയോ പ്രോബ്ലം കൊണ്ടാണോ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്ന് ഈസിയായി കണ്ടുപിടിക്കാം. ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് കൺവേർജൻസും അക്കോമഡേഷനും ഇംപ്രൂവ് ചെയ്യാനുള്ള ഐ എക്സസൈസസ് കൊടുക്കുക എന്നുള്ളതാണ്. ക്യാറ്റ് കാർഡ് എക്സസൈസ്, പെൻസിൽ പുഷപ്സ് തുടങ്ങി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഐ എക്സസൈസുകളിലൂടെ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും ശരിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് വായിക്കുമ്പോൾ ഷാഡോസോ ഫോക്കസിംഗ് പ്രോബ്ലംസോ തോന്നുകയാണെങ്കിൽ ഗ്ലാസ് പവറിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് പരിശോധിച്ചോളൂ.